എടാ പ്രതിഭ, നിന്റെ കൈക്ക് എന്താ പറ്റിയേ? അതോ ചോറിൽ ആണി അടിച്ചപ്പോ ചുറ്റിക കയ്യെ കൊണ്ടതാ. ഒരു ടീറ്റ് എടുക്കാൻ വന്ന അങ്ങോട്ട്. ഈ ആശുപത്രിയിലോ? ടീറ്റ് എടുക്കാൻ ഈ ആശുപത്രി പോരാ. പോടാ പോടാ. പോക്കോ, ഞാൻ വന്നേക്കാം. നേഴ്സ് ഇനി വാട് മാറിപ്പോയോ? എല്ലാരുടെ വായിലും ഉണ്ടല്ലോ. ഇന്നലെ കഴിച്ച ചിക്കൻ ബിരിയാണിയുടെ പീസ് ഇരിപ്പുണ്ട്. ഇത് വെച്ചെടുക്കാം. എടുക്കാൻ പാടില്ല. പൾസ് ഒക്കെ കറക്റ്റ് ആണ്. അയ്യേ, എന്തൊരു കഷ്ടായത്. കൈ മുറിഞ്ഞിട്ട് ടീറ്റി എടുക്കാൻ വന്ന് എന്നോട് വായിൽ തെർമോമീറ്റർ വെച്ചിട്ട് ഇരിക്കാൻ പറഞ്ഞു. അനിയ, മനുഷ്യനായിട്ട് ജനിച്ച ക്ഷമ വളരെ അത്യാവശ്യമാണ്. നിനക്ക് കയ്യിലല്ലേ മുറിവ് പറ്റിയിട്ടുള്ളൂ, അത് സാരമില്ല. ഞാൻ കൊറിയർ ബോയാ. മാഡം കൊറിയർ എന്ന് പറയുമ്പോഴേക്കും വായിൽ തെർമോമീറ്റർ വെച്ച് വന്നിട്ട് പോയി കളഞ്ഞു. എന്താണ് ഇത്? നിന്റെ ക്ഷമക്കുള്ള സമ്മാന. ഇങ്ങ വന്നേ. ഓക്കെ, നീ കൊറിയർ ബോയിയാ. അവർ രണ്ടുപേരും പേഷ്യന്റിനാണോ? എന്റെ കാര്യം വിട്ടുകളാ. കൊറിയർ ബോയ് ഇദ്ദേഹം അഡ്രസ് ചോദിച്ചു വന്നത്. അഡ്രസ് ചോദിച്ചിട്ട് വന്നപ്പോഴോ? അയ്യോ, ഇത് ആശുപത്രിയല്ല, ഭ്രാന്ത് ആശുപത്രിയാടേ. നിനക്കെന്താ ഉറക്കമൊന്നുമില്ലേ? എന്താ ഇത്ര ആലോചിക്കാൻ? ആ പെമ്പിള്ളേരായിട്ട് തല്ലുകൂടിയാലും അവര് നമ്മുടെ കൂടെ ഉള്ളപ്പോ ഒരു പ്രത്യേക സന്തോഷം തന്നെയാണ്. എന്താ അവളെ നാട്ടിൽ പോകുന്ന കാര്യം ഓർത്ത് വിഷമിച്ചിരിക്കണോ? എന്തോ ഒരു വിഷമം പോലെ. സത്യം പറഞ്ഞ അവരില്ലാത്ത ജീവിതം എനിക്ക് ചിന്തിച്ചു നോക്കാൻ കഴിയുന്നില്ല. എന്റെ മനസ്സിന്റെ അകത്ത് ഒരു വിങ്ങല് പോലെ. മച്ചാനെ, പെണ്ണുങ്ങള് സമയം കളയാൻ വേണ്ടിയാ പ്രേമിക്കുന്നേ. സമയം തികഞ്ഞില്ലെങ്കിൽ അവരെ വിട്ടച്ചു പോകും. നീ അതൊന്നും ഓർത്ത് സമയം കളയാതെ. അവളിപ്പോ വല്ല സീരിയല് കണ്ടോണ്ടിരിക്കുകയായിരിക്കും. എല്ലാവരും അങ്ങനെ ആയിക്കൊള്ളുന്നില്ല. അമ്മേ, എല്ലാം നല്ല പോലെ നടക്കണേ. ഓം ഭൂർഭുവഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഓം ഭൂർഭുവഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി. ആ ദേവി വിഗ്രഹം വേഗം കൊണ്ട് നശിപ്പിക്കുന്നേ നല്ലത്. ഒന്നെങ്കിൽ ദേവി വിഗ്രഹത്തെ പൂട്ടിയിടാൻ പറയൂ. പറയുന്നത് മനസ്സിലായോ? നിങ്ങൾ എത്തിയോ? എന്താ എന്ത് പറ്റിയേ? ഒന്നുമില്ലടി, ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴി ആരോ എന്റെ പിന്നാലെ വരുന്നത് പോലെ തോന്നി. അതല്ല, ഒന്നുമില്ല ചേട്ടാ. നിങ്ങൾ മനസ്സിൽ ഓരോന്ന് ആലോചിച്ചിട്ടാ. വാ ചേട്ടാ, ചേട്ടനൊന്നിങ്ങ് വന്നേ. മോളൊന്ന് നേരത്തെ ഉറങ്ങിയോ? അതെ ഏട്ടാ, ഇത്രയും നേരം നിങ്ങൾ അന്വേഷിച്ചോണ്ടിരിക്കുകയായിരുന്നു ഏട്ടാ. ഇപ്പൊ അങ്ങോട്ട് ഉറങ്ങിയതേ ഉള്ളൂ. മോള് വല്ലതും കഴിച്ചായിരുന്നോ? അവള് കഴിച്ചു. ശരി, എന്നാ ചേട്ടൻ വാ കഴിക്കാം. എനിക്കൊന്നും വേണ്ട, തീരെ വിശപ്പ് തോന്നുന്നില്ല. ഈശ്വരാ,
മോള് പാടുന്ന പോലെ ഉണ്ടല്ലോ. മോളിവിടെ കിടക്കല്ലേ? ഇവളെവിടെ പോയി കിടക്ക? മോളുടെ ശബ്ദം എവിടെ നിന്നാണല്ലോ കേൾക്കുന്നത്? അയ്യോ കമല, കമലേ. ഏയ് അയ്യോ മോളെ, മോളെ മോളെ നിനക്ക് എന്താ പറ്റിയത്? എന്താണ് നിനക്ക് വേണ്ടത്? എടാ, എടാ, ദേവി വിഗ്രഹം കൊണ്ടൊന്ന് കുളത്തിലിടുന്നോ ഇല്ലയോ? നീ ആ ശില്പം കൊണ്ടൊന്ന് കളയുന്നോ ഇല്ലയോ? അത് പാപമാണ്. പൂജ ചെയ്യുന്ന മൂർത്തി എടുത്ത് കുളത്തിലെടുത്തത് മഹാപാപമാണ്, മഹാപാപം. എടാ, നീയൊക്കെ ചെയ്ത പാപത്തിന്റെ മേലെയാണോ? പോടാ, പോകാൻ. ഞാൻ എന്താ ചെയ്യാ? ഈ തെങ്ങ കയറിയ 20 ഇതിലൊരു 17, ഇതിലൊരു 15. കുഞ്ഞെ, സ്വാമി ഒന്ന് നിൽക്ക കുഞ്ഞെ. മുതലാളി ഉണ്ടോ അവിടെ? ഇല്ലല്ലോ. എവിടേക്കാ പോയിരിക്കുന്നത്? വിദേശത്ത് പോയിരിക്കുക. എന്നാ വരാ? നാളെ വരുവുള്ളൂ. മുതലാളി വരുമ്പോൾ കൊടുത്തേക്ക്. എന്റെ ഭാര്യയ്ക്ക് മോൾക്ക് സുഖമില്ല. എനിക്ക് എത്രയും പെട്ടെന്ന് അവരുടെ അടുത്തേക്ക് പോണം. ഇത് മുതലാളിയോട് ഒന്ന് പറഞ്ഞേക്ക്. സ്വാമി, നിങ്ങൾ പോയാ പിന്നെ പൂജയൊക്കെ ആരാ ചെയ്യുന്നത്? അയ്യോ, അത് മറ്റേതെങ്കിലും തിരുമേനിമാർ വന്ന് ചെയ്തോളും. പറഞ്ഞതുപോലെ തന്നെ മുതലാളിയെ കൊടുത്തേക്ക്. സ്വാമി, സ്വാമി, എന്താ ബോസ്, ശില്പം ഉണ്ടാക്കാൻ വന്നാളെ രാത്രിയിൽ ആരോടും പറയാതെ ഓടിക്കളഞ്ഞു. അത് പഴയ ന്യൂസാ. ഇപ്പൊ പുതിയ ന്യൂസ് എന്താണെന്നറിയോ? തിരുമേനി തുണ്ടും തുണിയില്ലാതെ ഓടീന്നാ. അമ്പലത്തിന് പൂജയോ? എന്റെ അച്ഛന് പറ്റില്ല എന്ന് പറഞ്ഞിട്ടല്ലേ ഈ സ്ഥാനത്തേക്ക് വന്നത്. അതെ. അവരനുഭവിക്കട്ടെടാ. ഈ തിരുമേനിയല്ല, വേറെ ഏത് തിരുമേനി വന്നാലും ഞാൻ വെറുതെ വിടില്ല. എന്നെ കവിച്ച് ഇവിടെ വേറെ ആരെന്താ ചെയ്യുന്നത് ഞാനൊന്ന് നോക്കട്ടെ. മുതലാളിയുടെ അക്കൗണ്ടിലേ 3 ചായ എടാ, നാട്ടിലെ പെണ്ണുങ്ങൾ എന്നെ പറ്റി എന്താടാ പറയുന്നത്? ആള് ശരിയല്ലെന്നാ പറയുന്നത്. ഞാൻ ഒരു പെണ്ണിനെ ഒന്നും ചെയ്തിട്ടില്ലല്ലോടാ. പിന്നെ എങ്ങനെയാടാ ഞാൻ മോശമായവനാണെന്ന് പറയാ? അതുകൊണ്ടല്ലേ എല്ലാരും ശരിയല്ലെന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത്. എടാ, എന്റെ അമ്മായിയുടെ മോള് കവിത ഉണ്ടാകുമ്പോ പിന്നെ ഞാൻ വേറെ പെണ്ണുങ്ങളിനെ എന്തിനാടാ നോക്കുന്നത്? അതൊന്നും നിങ്ങൾക്ക് സെറ്റ് ആവില്ല ബോസ്. അപ്പൊ സെറ്റ് ആവുന്ന മാതിരി എന്തെങ്കിലും ഐഡിയ പറടാ. ചേട്ടൻ ബാലൻകേനാരുടെ റേപ്പ് സീൻ കണ്ടിരുന്നു? അതുപോലെ ചെയ്ത് കളാം. അങ്ങനെ അവള് റേപ്പ് ചെയ്ത് കഴിഞ്ഞാ പിന്നെ അവള് ചേട്ടന് സ്വന്തമാവില്ലേ? കവിത സ്വന്തമാവും. പക്ഷെ കവിതനെ റേപ്പ് ചെയ്താ അവളുടെ അച്ഛനെ എന്നെ കെട്ടി തൂക്കിയിട്ട് ആട്ടോടാ. വേറെ എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ പറയടാ. ആശാനെ 2 കൂൾ ഡ്രിങ്ക്സ് വാങ്ങിച്ചോളൂ. 2 എണ്ണത്തിലും ഓർക്ക ഗുളിക മിക്സ് ചെയ്യൂ. അത് 2 പേരും ലബക്ക് ലബക്ക് കുടിക്കണം. അവിടെയാണ് നിനക്ക് പറ്റിയത്. ഞങ്ങളെ 2 പേരും കിടത്തിയിറക്കിയിട്ട് നീ വന്ന് കാര്യം സാധിക്കാന്ന് വിചാരിച്ചല്ലേ? എടാ, ഞാൻ അവളെ കല്യാണം കഴിച്ചിട്ട് അവളുടെ കൂടെ ജീവിക്കാന്നാ വിചാരിക്കുന്നത്. നീ അവളുടെ കൂടെ ജീവിച്ചിട്ട് എന്റെ തലയിൽ കെട്ടി വെക്കാന്ന് വിചാരിക്കുന്നത്. എടാ, ഞാനൊരു കാര്യം പറയാം. ആ കവിത അങ്ങ് മറന്നു കളഞ്ഞേക്ക് ബോസ്. എന്നെ വേണമെങ്കിൽ ഞാൻ മറക്കാം, പക്ഷെ കവിതനെ മറക്കാൻ എനിക്ക് പറ്റില്ല ചേട്ടാ. എന്താന്ന് വെച്ചാ അവളെ കല്യാണം കഴിച്ചാലേ എന്റെ ജീവിതം പ്രകാശമായിട്ടുണ്ടാവുള്ളൂ. ബോസ്, നിങ്ങളുടെ പ്രിയ കാമുകിത വരുന്നു. വേഗം ചെന്ന് വളച്ചെടുക്കാൻ നോക്ക്. എന്താ കവിത മോളെ, എന്നെ കാണാനുള്ള കൊതി കൊണ്ട് പ്രോജക്റ്റ് ഒക്കെ പകുതിക്ക് വെച്ച് വന്നോ? തന്റെ മോന്ത കാണാതിരിക്കാൻ വേണ്ടിയാ 1 മാസമായിട്ട് ലേറ്റ് ആയിട്ട് വരും. ലേറ്റ് ആയിട്ട് വന്നാലും ലഡുവിനെ പോലെ വന്നിട്ടുണ്ട്.
നിന്നെ കാണാതെ എനിക്ക് ഊണുമില്ല ഉറക്കമില്ല. എന്തിന് ഞാൻ പല്ല് പോലും തേക്കാറില്ല. അത് സംസാരിക്കുമ്പോ തന്നെ മനസ്സിലാവുന്നുണ്ട്. കുറച്ച് മാറി നിൽക്ക്. എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ കവിത. എന്റെ സ്വപ്നത്തിൽ നമ്മൾ രണ്ടുപേരും കല്യാണം കഴിച്ച് കുട്ടികളും ഉണ്ടായി. അതിന് പേരുകൂടെ വെച്ച് കഴിഞ്ഞു, സുജാതാന്ന്. എന്താ നന്നായിട്ടില്ലേ? ഞാൻ തന്റെ 16 അടിയന്തരം കഴിക്കും. കവിത, ഞാൻ നിന്റെ കഴുത്തിൽ താലി കെട്ടിയിട്ടേ അടങ്ങൂ. അങ്ങനെ സംഭവിച്ചാൽ ഞാൻ തന്റെ പേര് എഴുതി വെച്ച് കെട്ടി തൂങ്ങിച്ചാവും. അപ്പൊ എന്നെ പോലീസ് പിടിച്ചോട്ടെ എന്നാണ് നീ പറയുന്നത്? കവിത, ഞാൻ നിന്റെ കൂടെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് കുറച്ചു കാലം കൂടി ജീവിക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഇപ്പൊ നിന്റെ തീരുമാനം ഇതാണോ? എപ്പോഴും ഇതന്നെയായിരിക്കും എന്റെ തീരുമാനം. ശരി, ഇപ്പൊ പോ, നാളെ കാണാം. നോക്കിപ്പോ. എന്താ ബോസ്, ആളെ വടച്ച് കയ്യിലെടുത്തോ? ബോസ് കറക്റ്റ് ചെയ്യുന്നു തോന്നുന്നു. കറക്റ്റ് ചെയ്യാന്നാ വിചാരിച്ചത്, പക്ഷെ അവൾ എന്നെ റിജക്ട് ചെയ്തു. മുതലാളിയുടെ അക്കൗണ്ടിൽ 3 പേർ.